ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് പാലിയത്തച്ഛനെ കുറിച്ച് പഠിക്കാം. കൊച്ചി നാട്ടുരാജ്യത്തെ പാലിയം പ്രദേശത്തുള്ള പ്രമുഖ നായർ തറവാട് കാരണവർമാരെയാണ് എന്തായിട്ട് പറയുന്നത് പാലിയത്തച്ഛൻ എന്ന് വിളിക്കുന്നത്. പാലിയത്തച്ഛൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയല്ല. കൊച്ചി നാട്ടുരാജ്യത്തെ പാലിയം പ്രദേശത്തുള്ള പ്രമുഖ നായർ തറവാട് കാരണന്മാരെ അറിയപ്പെടുന്നതാണ് പാലിയത്തച്ഛൻ. കാലഘട്ടം എന്ന് പറയുന്നത് 1632 മുതൽ 1809 വരെ. പാലിയം സത്യാഗ്രഹം നടന്ന വർഷം 1947. എന്തിനായിരുന്നു ഇത്? പാലിയം പരിസരത്ത് റോട്ടിൽ കൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമായിരുന്നു. അപ്പോൾ പാലിയത്തച്ഛന്മാരുടെ കാലഘട്ടത്തിലാണ് 1632 മുതൽ 1809 വരെയാണ്. ഇതിൻ്റെ പ്രധാന നേതാവ് എന്ന് പറയുന്നത് സി കേശവനാണ്. ഇദ്ദേഹം തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത്. 1947 ഡിസംബർ 4 ഉദ്ഘാടനം ചെയ്തത്. നേതൃത്വ സംഘടനകൾ ഏതൊക്കെയായിരുന്നു? SNDP പുലയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഏതൊക്കെയായിരുന്നു? SNDP പുലയ മഹാസഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇതിന് അനുഭാവം പ്രകടിപ്പിച്ച രാജവംശങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ചിറക്കൽ കോവിലകം, കൊച്ചിൻ കോവിലകം, കൊടുങ്ങല്ലൂർ കോവിലകം. ഇതിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട വനിതാ നേതാവാണ് രമാ തമ്പുരാട്ടി. രക്തസാക്ഷിയായതായിരുന്നു MG വേലായുധൻ. പാലിയത്തച്ഛന്മാർ പിന്നീട് നാട് കടത്തിയത് എങ്ങോട്ടാണ്? മദ്രാസിലേക്ക്. പാലിയത്തച്ഛന്മാർ നാട് കടത്തിയത് മദ്രാസിലേക്കാണ്. കൊച്ചിയിൽ ദിവാൻ ഭരണം അവസാനിപ്പിച്ചതെന്നായിരുന്നു? 1947. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. കൊച്ചിയിൽ ക്ഷേത്രപ്രവേശന വിളംബരം നടന്നത് 1947 ഡിസംബർ 20. ആധുനിക കൊച്ചി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ ദിവാൻ ആരായിരുന്നു? കേണൽ മൺറോ. ആധുനിക കൊച്ചി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ ദിവാനാണ് കേണൽ മൺറോ. കൊച്ചിയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി ആദ്യമായി പള്ളിക്കൂടം ആരംഭിച്ച ദിവാനാണ് ഗോവിന്ദ മേനോൻ. എറണാകുളം മഹാരാജാസ് കോളേജ് സ്ഥാപിച്ച നേതാവായിരുന്നു ദിവാൻ ശങ്കരവാര്യർ. കൊച്ചിയിലെ ആദ്യത്തെ ദിവാനായിരുന്നു കേണൽ മൺറോ ആണ് അല്ലേ. കൊച്ചിയിലെ അവസാന ആരായിരുന്നു? CP കരുണാകര മേനോൻ. പിന്നെ കുറിച്യ കലാപം പഠിക്കുക. കുറിച്യ കലാപം 1812 മാർച്ച് 25 ഏത് ജില്ലയിലാണ്? വയനാട് ജില്ലയിൽ. ഇതിന്റെ തുടക്കം എന്ന് പറയുന്നത് മല്ലൂർ എന്ന സ്ഥലത്തെ ആൾക്കാരെ ബ്രിട്ടീഷുകാരെ കുറിച്ചും അവരുടെ ഭരണത്തെക്കുറിച്ചൊക്കെ സംസാരിച്ച് നിൽക്കുമ്പോൾ ഈ ബ്രിട്ടീഷുകാർ അവിടേക്ക് വരുത്തുകയും ഈ ഒരു ഗോത്രവർഗക്കാരെ ഓടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഇതായിരുന്നു പ്രധാനപ്പെട്ട തുടക്കം. ഇതിന്റെ നേതാവായിരുന്നു രാമനമ്പി. മുദ്രാവാക്യം എന്ന് പറയുന്നത് വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയായിരുന്നു? അധിക നികുതി ചുമത്തി. നികുതി പണമായി അടക്കണം. അപ്പോൾ ഇവര് നികുതി ചുമത്തിയതിന് നികുതി പണമായി അടക്കണം. അടക്കാത്തവരുടെ ഭൂമി പിടിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ മൂന്നാമത്തെ കാരണം എന്തായിരുന്നു? അടക്കാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുക്കും. അപ്പോൾ ഒന്ന്, അധിക നികുതി ചുമത്തി, നികുതി പണമായി അടക്കണം, അടക്കാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുക്കുക. ഈ നികുതി ഏർപ്പെടുത്തിയത് ആരാണ്? തോമസ് വാൾഡനാണ്. അന്നത്തെ സബ് കളക്ടർ ആരായിരുന്നു? TH ഡേബർ. ഇതിൽ ബാധിക്കപ്പെട്ടവർ പ്ലാക്കച്ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി. ആരൊക്കെയായിരുന്നു? പ്ലാക്കച്ചന്തു, 1000 വീട്ടിൽ കോന്തപ്പൻ, രാമനമ്പി. തൂക്കിലേറ്റിയ ഇതിൽ ആരായിരുന്നു? വെൺകളവും കേളുവിനെയാണ് തൂക്കിലേറ്റിയത്. രാമനമ്പിയെ വധിച്ചത് 1812 മെയ് 1. ഇദ്ദേഹമാണ് പ്രധാന നേതാവ്. ഇദ്ദേഹത്തെ വധിച്ചത് 1812 മെയ് 1. ഇനി ഈ കുറുമ്പരും ഈ ബ്രിട്ടീഷുകാർക്കത്തെ കലാപത്തിൽ പങ്കെടുത്തിരുന്നു. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപമാണ് ഏത്? കുറിച്യ കലാപം. ദക്ഷിണേന്ത്യയിൽ നടന്ന ഏക ഗിരിവർഗ കലാപം. ആയുധം എന്തായിരുന്നു? അമ്പും വില്ലും. കുറിച്യരുടെ ജീവിതം സംസ്കാരം എന്ന പുസ്തകം എഴുതിയതാരാണ്? കുമാരൻ വയലേരി. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായിരുന്നു എന്ന് കുറിച്യ കലാപത്തെക്കുറിച്ച് പറഞ്ഞതാരായിരുന്നു? TH ഡേബർ. 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ എന്ന് കുറിച്യ കലാപത്തെ കൂടെ പറഞ്ഞത് TH ഡേബറാണ്. അപ്പോൾ ചെറിയൊരു പോയിന്റാണ് കുറിച്യ കലാപത്തെക്കുറിച്ച്. ഡീറ്റെയിൽ ആയിട്ട് അധികമൊന്നുമില്ല. അപ്പോൾ വേണ്ടിയും പോയിന്റായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.